നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രളയ മുന്നറിയിപ്പ് സംവിധാനമായ ഗ്രാഫെക്സ് മാതൃക വിപുലപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ ഗൂഗിൾ. 100 രാജ്യങ്ങളിലേക്കാണ് ഈ സേവനം പ്രധാനമായും വ്യാപിപ്പിച്ചിരിക്കുന്നത്. മുൻകാല വിവരങ്ങളും തത്സമയ കാലാവസ്ഥാ മാറ്റങ്ങളും അപഗ്രഥിച്ചായിരിക്കും ഗൂഗിൾ AI പ്രളയ മുന്നറിയിപ്പ് സാധ്യമാക്കുക. നേരത്തെ 5 ദിവസത്തിന് മുമ്പായിരുന്നു ഗൂഗിൾ AI ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പ്രധാനമായും നൽകിയിരുന്നത്. പുതിയ മാതൃകയനുസരിച്ച് ഇത് 7 ദിവസമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ 80 രാജ്യങ്ങളിലായി 400 ദശലക്ഷം ആളുകളാണ് പരിധിയിൽ പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ നിലവിൽ ഇത് 700 ദശലക്ഷമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. മാത്രമല്ല, ഗൂഗിളിന്റെ AI വിഭാഗമായ ഡീപ് മൈൻഡ് ആണ് കൃത്യമായ കാലാവസ്ഥാ പ്രവചനത്തിനായി ഈ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. ചുഴലിക്കാറ്റടക്കമുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ പ്രവചനത്തിൽ ഗ്രാഫെസ്റ്റ് സേവനം വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ബെറിൽ ചുഴലിക്കാറ്റിന്റെ ആഘാതം കുറയ്ക്കുന്നതിൽ ഈ സേവനത്തിന്റെ പ്രവചനം ഏറെ സഹായകരമായി മാറിയിരുന്നു. 2021 മുതൽ 24 വരെ ഗ്രാഫെസ്റ്റ് നടത്തിയ കാലാവസ്ഥാ പ്രവചനങ്ങൾ പരമ്പരാഗത മാതൃകകളെ മറികടക്കുന്നതാണെന്നും കാലാവസ്ഥാ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുമുണ്ട്. യുഎസിന്റെ ആഗോള കാലാവസ്ഥാ പ്രവചന സംവിധാനത്തെക്കാൾ 12 മണിക്കൂർ വേഗത്തിലാണ് ഗ്രാഫെസ്റ്റിന്റെ പ്രവചനങ്ങൾ എന്നത്. 1 മിനിറ്റിനുള്ളിൽ 10 ദിവസത്തെ കാലാവസ്ഥാ പ്രവചനങ്ങൾ സൃഷ്ടിക്കാൻ ഇതിന് കഴിയുകയും ചെയ്യും. മാത്രമല്ല, കൊടുങ്കാറ്റുകൾ എവിടേക്കാണ് പോകുന്നതെന്ന് പ്രവചിക്കുന്നതിൽ AI മാതൃകകൾ വളരെയധികം മുന്നിലാണ്. എന്നാൽ കാറ്റിന്റെ വേഗത ഇത് പ്രവചിക്കുന്നില്ല. ഗൂഗിളിന് പുറമെ മറ്റ് കാലാവസ്ഥാ ഏജൻസികളും പ്രവചനത്തിന് നിർമ്മിത ബുദ്ധി വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിൽ നിന്നുള്ള AI മാതൃക ഫ്രാൻസൻ ചുഴലിക്കാറ്റ് 10 ദിവസം മുമ്പ് ലൂസിയാനെ ബാധിക്കുമെന്ന് പ്രവചിക്കുകയുണ്ടായി.